ലോകചരിത്രത്തിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ മറ്റൊരു പേരുണ്ടോ എന്ന് സംശയമാണ്. ഗായസ് ജൂലിയസ് സീസർ. വെറുമൊരു പട്ടാളക്കാരനായി ജീവിതം തുടങ്ങിയ സീസർ തന്റെ ബുദ്ധിശക്തിയും ധീരതയും കൊണ്ട് റോമൻ റിപ്പബ്ലിക്കിന്റെ നെടും തൂണായി മാറി. വന്നു, കണ്ടു, കീഴടക്കി, വേനി വീടി വീക്കി എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും ലോകമെമ്പാടും മുഴങ്ങി കേൾക്കുന്നു. സീസറുടെ വിജയഗാഥ തുടങ്ങുന്നത് ഗൗൾ കീഴടക്കുന്നതിലൂടെയാണ്. അസാധ്യമായ പല യുദ്ധങ്ങളും അദ്ദേഹം തന്റെ തന്ത്രങ്ങൾ കൊണ്ട് ജയിച്ചു കയറി. എന്നാൽ റോമിലെ സെനറ്റിന് സീസറുടെ വളർച്ചയിൽ ഭയമായിരുന്നു. അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ അവർ ശ്രമിച്ചു. എന്നാൽ BC 49 റൂബിക്കൻ നദി മുറിച്ചു കടന്നുകൊണ്ട് സീസർ റോമിലേക്ക് തന്റെ സൈന്യവുമായി മാർച്ച് ചെയ്തു. അതൊരു ആഭ്യന്തര യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു. ആഭ്യന്തര യുദ്ധത്തിൽ വിജയിച്ച സീസർ റോമിന്റെ അനിഷേധ്യനായ നേതാവായി മാറി. റോമൻ കലണ്ടർ, അതായത് ജൂലിയൻ കലണ്ടർ പരിഷ്കരിച്ചതും പാവപ്പെട്ടവർക്കായി ഭൂമി വിതരണം ചെയ്തതും അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളായിരുന്നു. എന്നാൽ സീസർ സ്വയം ഒരു രാജാവായി മാറുമോ എന്ന് സെനറ്റിലെ അംഗങ്ങൾ ഭയപ്പെട്ടു. ജനാധിപത്യം തകരുമെന്ന പേടിയും അസൂയയും അദ്ദേഹത്തിന് ശത്രുക്കളെ സൃഷ്ടിച്ചു. BC 44 മാർച്ച് 15 ചരിത്രത്തിൽ ഈ ദിവസം ഈഡീസ് ഓഫ് മാർച്ച് എന്ന് അറിയപ്പെടുന്നു. സ്വന്തം സുഹൃത്തായ ബ്രൂട്ടസും മറ്റ് സെനറ്റ് അംഗങ്ങളും ചേർന്ന് സീസറിനെ ചതിയിലൂടെ കൊലപ്പെടുത്തി. തന്റെ പ്രിയ സുഹൃത്തിനെ ശത്രുക്കൾക്കിടയിൽ കണ്ടപ്പോൾ സീസർ ചോദിച്ച ആ ചോദ്യം, ബ്രൂട്ടസെ നീയുമോ, യു ടു ബ്രൂട്ടസ് എന്ന വാചകം ചരിത്രത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ചോദ്യമായി ഇന്നും നിലനിൽക്കുന്നു. സീസർ കൊല്ലപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ മരണം റോമൻ റിപ്പബ്ലിക്കിന്റെ അന്ത്യത്തിനും റോമൻ സാമ്രാജ്യത്തിന്റെ ഉദയത്തിനുമാണ് വഴിതെളിയിച്ചത്. ഇന്നും ലോകത്തിലെ പല ഭാഷകളിലും സീസർ എന്ന വാക്ക് ഭരണാധികാരിയുടെ പര്യായമായി ഉപയോഗിക്കപ്പെടുന്നു. കാലം എത്ര മാഞ്ഞാലും ജൂലിയസ് സീസർ എന്ന പേര് ചരിത്രത്താളുകളിൽ അനശ്വരമായി തുടരും.